നമ്മളോടൊപ്പം ചേരുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തക ശ്രീല പിള്ളയാണ്. മാഡത്തിനോടൊരു ചോദ്യം. അതായത് കഴിഞ്ഞ ദിവസം പത്മജ എസ് മേനോന്റെ വാർത്തകളൊക്കെ കേട്ട് കാണും. ഡിവൈഎഫ്ഐ നടത്തുന്ന തട്ടുകട, അതായത് 25 വീടുകൾ വയനാട് വെച്ചു കൊടുക്കാനായി, അതിൻ്റെ പണം സ്വരൂപിക്കാനായി നിയമം ലംഘിച്ചുകൊണ്ട് ആലുവ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് അവർ നടത്തുന്ന തട്ടുകട, അത് ചോദ്യം ചെയ്യാൻ പോയ ഒരു കൗൺസിലർ അംഗത്തെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. അതായത് ബക്കറ്റ് പിരിവിൻ്റെ മറ്റൊരു വെർഷൻ തട്ടുകട, അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? യഥാർത്ഥത്തിൽ ഈ പണ്ടു മുതലേ CPM-ന്റെ ഒരു മുഖമുദ്രയായി കാണുന്നത് ഈ ബക്കറ്റ് പിരിവാണ്. പക്ഷേ ഇപ്പൊ ബക്കറ്റും കൊണ്ട് CPM-കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഒക്കെ വീടുകളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി പതിയെ ഇതുപോലെ തട്ടുകട പോലുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് സംവിധാനങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് CPM-ന് വലിയ രീതിയിലുള്ള ഒരു ഗുണമുണ്ട്. കാരണം ഇതിന്റെയും കണക്കാരെയും കാണിക്കേണ്ടി വരുന്നില്ല. ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കണക്ക് കാണിക്കാതിരിക്കുകയും ഇത് പറ്റുമെങ്കിൽ പകുതി മുട്ടടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ ഇപ്പോ ചെയ്യാനുള്ള സാധ്യതയുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിതിന് പ്രത്യേകിച്ച് കണക്കുകളോ വൈകുന്നേരം ഈ തട്ടുകടയിൽ എത്ര രൂപ കിട്ടുന്നു, അല്ലെങ്കിൽ എത്ര രൂപ ചെലവാകുന്നു, എത്ര രൂപ ലാഭമുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകളൊന്നും ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനങ്ങളുമില്ല. മാത്രമല്ല ഈ തട്ടുകടയ്ക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ട്. കാരണം ഇപ്പോ ഫുഡ് റോഡിൽ നിന്ന് കൊടുക്കുന്നതാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ, ലോകമെമ്പാടും പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഫുഡ് പോയിസണോ എന്തെങ്കിലും ഉണ്ടായാൽ എവിടെ നിന്നാണ്, ഏത് തട്ടുകടയിൽ നിന്നാണെന്ന് അറിയാനുള്ള സംവിധാനമോ, അല്ലെങ്കിൽ ഇന്ന് വെക്കുന്ന തട്ട് നാളെ ഉണ്ടാകുമോ എന്ന ഒരു സംശയം പോലും നമുക്കുണ്ട്. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് തട്ടുകട മാറ്റിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. അപ്പോ അതുകൊണ്ട് തന്നെ ഈ തട്ടുകടയെ സംബന്ധിച്ച് പത്മജ മേനോൻ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പുള്ള ആരോപണങ്ങൾ തന്നെയാണ്. അത് പോലീസും അവിടെ നിന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ലൈസൻസിന്റെ കാര്യവും മറ്റും പറയുന്നുണ്ട്. ഇതിന്റെ സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ വിഷയങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലായി നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്ന ഒരു കാര്യം. ബക്കറ്റ് പിരിവിന് നിർത്തിയിട്ട് മറ്റു പിരിവ് നടത്തുന്നതിന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നാട്ടിലേക്കൊക്കെ വീട്ടിൽ ഓരോ വീടുകളിലും ഇപ്പോൾ ബക്കറ്റും കൊണ്ട് ചെന്നാൽ ഏത് വീട്ടിൽ നിന്നാണ് ഡിവൈഎഫ്ഐക്കാർക്ക് അടി കിട്ടുക എന്നറിയില്ല. അത്തരത്തിലുള്ള സാഹചര്യം മാറിയിട്ടുണ്ട്. പഴയ സാഹചര്യമല്ല. പണ്ടത്തെ CPM-കാരോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോ ഇപ്പോൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്നും കാശ് കൊടുക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് 90% വീടുകളിലും ഇപ്പോൾ ഇല്ലാതായിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു മറ്റൊരു വർഷനായി ഇപ്പോൾ തട്ടുകട തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ വിഷയം, അതായത് ഇവർ ഉന്നയിക്കുന്നത് വയനാടിൽ ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വയനാട് ഭക്ഷണപ്പൊതി നൽകിയപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞ സർക്കാരിന്റെ സംഘടന കൂടിയാണ്, യുവജന സംഘടന കൂടിയാണ് ഡിവൈഎഫ്ഐ. അപ്പോൾ രണ്ട് നയത്തിലൂടെയാണ് സർക്കാർ പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് ഡിവൈഎഫ്ഐ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും ഞങ്ങൾ അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് ഡിവൈഎഫ്ഐക്കാർ. അതുകൊണ്ട് അവർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട എന്നുള്ള ഒരു നിലപാട് കൂടി ഈ പത്മജ എസ് മേനോൻ പറയുന്ന കാര്യത്തിലില്ലേ? തീർച്ചയായും ഉണ്ട്. അത് ധന്യ ആദ്യത്തെ സംഭവമൊന്നുമല്ല. CPM-ഓ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ കോളേജ് യൂണിയൻ ഇലക്ഷനിൽ പോലും ഇപ്പൊ SFI-ക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ അത്തവണ യൂണിയൻ ഭരിക്കുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ കോളേജിൽ പഠിച്ചവരാണ്. ആ തവണ വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും. എന്നാൽ ഇവരെന്ന് തോറ്റു കഴിഞ്ഞാലോ ആ പ്രാവശ്യം KSU-കാരെ കൊണ്ട് യൂണിയന്റെ ഒരു പരിപാടിയും നടത്താൻ അവർ സമ്മതിക്കുകയില്ല. ഇത് കാലാകാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഡിവൈഎഫ്ഐയെ കൊണ്ട് വൈറ്റ് ഗാർഡിനെ തടയുന്നു. നമ്മൾ കണ്ടതാണ്. വൈറ്റ് ഗാർഡിനെ തടഞ്ഞ ശേഷം ആഹാരം കിട്ടാതെ വന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തകരുടെ അവസ്ഥ 1-2 ദിവസം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് രക്ഷാപ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായി. ആഹാരം കഴിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. അപ്പോ ഈ സർക്കാരിന് പ്രത്യേകിച്ച് എന്ത് നയമുണ്ടെന്നാണ് ധന്യ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സർക്കാരിന് പ്രത്യേകിച്ച്, കേരളത്തിലെ സർക്കാരിന് പ്രത്യേകിച്ച് ഒരു നയമോ ഒന്നുമില്ല. ഏത് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാലും അതിൽ നിന്ന് 4 പൈസ പുട്ടടിക്കാൻ കിട്ടുമോ, തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് മാത്രം നോക്കുന്ന ഒരു സർക്കാർ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സർക്കാരിന് ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ തന്നെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്ന ഒരു കാര്യം, കേന്ദ്ര സർക്കാർ ഇതിന്റെ ദുരിതം എന്തുമാത്രം ദുരിതമുണ്ട് എന്ന് കണ്ടെത്താനായി ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ പിണറായി വിജയന്റെ ശ്രദ്ധ ഈ ദുരിതം കണ്ടെത്തുന്നതിലല്ല. പിണറായി വിജയൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരോട് എങ്ങനെ പണം പിരിക്കാം, 5 ദിവസത്തെ പണം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാം, കേന്ദ്രത്തിന്റെ സഹായമൊക്കെ അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് നമുക്കാകാം എന്ന രീതിയിലേക്ക് ഇപ്പോൾ സർക്കാരിന്റെ അവസ്ഥ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം 5 ദിവസം പിടിക്കാനുള്ള സംവിധാനം മുമ്പോട്ട് നോക്കാനുള്ള കാര്യങ്ങളാണ് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ ദുരിതബാധിതരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പൊള്ളത്തരം നമ്മൾ കണ്ടതാണ്. പ്രളയകാലത്ത് നമ്മൾ കണ്ടതാണ്.
ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ്. പല ടൗൺഷിപ്പ് ഉണ്ടാക്കുമെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ടൗൺഷിപ്പും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദുരിതബാധിതർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ദുരിതബാധിതർ വീണ്ടും ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിനെ സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരെ ഒരു ഗ്രാമം സേവാഭാരതി നിർമ്മിച്ചു നൽകുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സേവാഭാരതി പോലുള്ള സംഘടനകളും അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ സന്നദ്ധ സേവന സംഘടനകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പ്രളയകാലം മുതൽ കണ്ടു തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് 25 വീട് നിർമ്മിച്ച് നൽകാൻ, ഇപ്പൊ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം 25 വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി തട്ടുകട നടത്തുന്നു എന്നൊക്കെ പറയുന്നതിന് വലിയൊരു അപകടം കൂടിയുണ്ട്. ഈ നിരത്തുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം ഡിവൈഎഫ്ഐ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല ഈ പല നേതാക്കന്മാരുടെയും നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി ഈ മയക്കുമരുന്ന് അടക്കമുള്ള കച്ചവടങ്ങൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കച്ചവടങ്ങളിൽ പിടിക്കപ്പെടുന്ന പല സഖാക്കന്മാരെയും പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ തട്ടുകട നടത്തുന്നതും തട്ടുകടയുടെ മറവിൽ ഇനി നമ്മളിപ്പോ ദുരന്ത സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ധാർഷ്ട്യം കാണിക്കുന്നത് ഇനി ഞങ്ങൾ കേരളം ഒട്ടാകെ, പത്മജിയോട് പറയുന്ന ഒരു ഓഡിയോ കണ്ടു, അവരോട് പറയുന്നത് ഇനി കേരളം ഒട്ടാകെ ഞങ്ങൾ തട്ടുകട നടത്തും, അതും ലൈസൻസ് ഇല്ലാതെ തന്നെ നടത്തുമെന്നാണ്. ഇതൊന്നും ലൈസൻസിന്റെ ആവശ്യമില്ല എന്നാണ്. എങ്ങനെയാണ് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന ഡിവൈഎഫ്ഐക്ക് നിയമം ലംഘിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സാധാരണഗതി പറയും നമ്മുടെ അച്ഛൻ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആണെങ്കിൽ ആദ്യം നിയമം പാലിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഡിവൈഎഫ്ഐക്ക് എന്തു തോന്നിവാസവും കാണിക്കാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത് എന്താണ്? അതിന്റെ ദുരന്ത ഫലങ്ങൾ അവർ അനുഭവിക്കുന്നുമുണ്ട്. കാരണം നമുക്കറിയാം ഇന്നലെ പിണറായി വിജയന്റെ മൂക്കിന്റെ മുമ്പിലാണ് സെക്രട്ടേറിയറ്റിൽ ചേരി തിരിഞ്ഞ് ഇവരുടെ പ്രവർത്തകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പൊ 4ാമത്തെ തവണയാണ് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് അവിടെ തൊഴിലാളികൾ തമ്മിൽ, അവിടുത്തെ ആൾക്കാർ തമ്മിൽ, അവിടുത്തെ സർക്കാർ ജീവനക്കാർ തമ്മിൽ അടിയുണ്ടാകുന്നത് ഇത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഈ ഗുണ്ടായിസം പോലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് CPM-ഉം ഡിവൈഎഫ്ഐയും ഒക്കെയാണ് നമുക്കറിയാം. കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഗുണ്ടാ വിളയാട്ടത്തെ കുറിച്ച് തന്നെ പരമ്പരകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗുണ്ടാ വിളയാട്ടം എന്ന രീതിയിൽ മാത്രമേ ഡിവൈഎഫ്ഐയുടെ നിലപാടിനെ കാണാൻ കഴിയുകയുള്ളൂ. ഡിവൈഎഫ്ഐ അത് മാന്യമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, തട്ടുകടകൾ നടത്തുന്നത് യഥാർത്ഥത്തിലാണെങ്കിൽ ജെന്യുവിനായ ഒരു ശ്രമമാണെങ്കിൽ തീർച്ചയായും ഈ തട്ടുകടകളുമായി ബന്ധപ്പെട്ട ഏക തരത്തിലുള്ള ലീഗൽ പ്രൊസീജിയർ പൂർത്തിയാക്കണോ. ആ ലീഗൽ പ്രൊസീജിയർ പൂർത്തിയായ ശേഷം ഡിവൈഎഫ്ഐക്ക് തട്ടുകട തുടങ്ങാമല്ലോ, ആരും പറയുന്നില്ലല്ലോ. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുന്ന അത്രയും ഒരുപക്ഷെ കോർപ്പറേഷനിലോ നഗരസഭകളിൽ നിന്നോ ഒന്നും തന്നെ ബുദ്ധിമുട്ടേണ്ടി വരില്ല. പെട്ടെന്ന് തന്നെ ഒരു ലൈസൻസ്, പ്രത്യേകിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ലൈസൻസ് എടുത്ത് എന്തുകൊണ്ടാണ് ഇവർ ലൈസൻസ് എടുത്ത് നടത്താൻ തുനിയാത്തത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ലൈസൻസ് എടുത്ത് ആ ലൈസൻസുമായി ബന്ധപ്പെട്ട് അവിടെ എല്ലാ നിയമങ്ങളും പാലിച്ചില്ലാതെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഇപ്പോ ശ്രീലമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ലൈസൻസ് എടുക്കാതെ തന്നെ കേരളത്തിൽ മുഴുവൻ തട്ടുകടകൾ നടത്തും. ഒരു സാധാരണക്കാരന് അത് പറയാനുള്ള അല്ലെങ്കിൽ അത് പറയാനുള്ള അവകാശം അവനുണ്ടാവില്ല, അല്ലെങ്കിൽ അവനൊരു ഭയമുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ നാളെ മുതൽ ഇന്ന് പ്രവർത്തിക്കുന്ന തട്ടുകട ഉണ്ടാകില്ല എന്നുള്ളൊരു ഭയം അവനെ അലട്ടും. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ എത്ര പണം കൊടുത്തും അത് കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. എന്ത് ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ പുറത്താണ് ഡിവൈഎഫ്ഐ പറയുന്നത്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളെ മാത്രം കണ്ടിട്ടാണോ ഞങ്ങൾ കേരളം മുഴുവൻ ലൈസൻസ് ഇല്ലാതെ ഇത് പ്രവർത്തിപ്പിക്കും എന്ന് പറയുന്നത്? ഈ പിണറായി വിജയനെ മാത്രം പറയേണ്ടതില്ലല്ലോ. CPM-ന്റെ മുഖമുദ്ര തന്നെ ഈ റൗഡിസവും ഗുണ്ടായിസവും ഒക്കെ തന്നെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ആലോചിച്ചാൽ തന്നെ സാധാരണക്കാർക്ക് എന്താണ് CPM പ്രവർത്തിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്, മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമില്ല. അവർ ഏത് തരത്തിലുള്ള സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തി എന്നാണ് പറയുന്നത്? അവർ പാവം പിടിച്ച കർഷകരെയും പാവം പിടിച്ച തൊഴിലാളികളെയും ഒക്കെ ബലിയാടാക്കിക്കൊണ്ട് കോടികളുടെ ശതകോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു പലരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഭരിക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കാശ് ഉണ്ടാക്കണം എന്ന് മാത്രമാണ് നിലവിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ. അത് പിണറായി വിജയൻ മാത്രമല്ല, താഴെ തട്ടു മുതൽ മുകളിലത്തെ തട്ട് വരെയുള്ള എല്ലാവർക്കും ധാർഷ്ട്യമുണ്ട്. നമുക്കറിയാം CPM ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പോലീസുകാരൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പലപ്പോഴും പോലീസുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വെളുത്ത മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ടെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലും. നേരെ മറിച്ച് CPM ആണ് ഭരിക്കുന്നെങ്കിൽ അവിടെ ചെന്ന് അവരെ ഭരിക്കുകയും അവരോട് പോലീസുകാരോട് നിയമം കയ്യിലെടുക്കാൻ ഇവർ നിയമം കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ട് പറയുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ പലവട്ടം കണ്ടതാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഡിവൈഎഫ്ഐക്കാരൊക്കെ ഇത് കൃത്യമായ നിയമം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ പൊതുജനം അതിനെതിരെ, ഇപ്പോ നമുക്കറിയാം തട്ടുകടകളും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് തട്ടുകടകൾ.
ഡിവൈഎഫ്ഐ തട്ടുകട നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒരു തട്ടുകടകൾ നടത്തുകയോ വീടുണ്ടാക്കി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യം. പക്ഷെ ഇത് ആരാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതല്ലേ? ഒരു സാമൂഹ്യ സേവന സംഘടന, ഇപ്പോ വൈറ്റ് ഗാർഡ് ആണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സേവാഭാരതി ആണെങ്കിലും ഒക്കെ ഒരു സംഘടനയുടെ പിൻബലത്തിൽ എന്താണ് നടക്കുന്നത്, എത്ര രൂപ അധികം വരുന്നുണ്ട്, എത്ര രൂപയാണ് വരുന്നത്, അത് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് പോകുന്ന ആളാണ്. ഇത് പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണ്. ഈ ദുരിതാശ്വാസത്തിന്റെ പേരിലാണെങ്കിലും ഈ പൊതുജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണം, ഇത് എത്ര രൂപ ചെലവായിട്ടുണ്ട്, എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, ഇതിലൊരു സുതാര്യത വരുത്തുന്ന ഡിവൈഎഫ്ഐ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, ഇത് ഈ ഗുണ്ടായിസം ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളത്തിൽ വളരെ പുരോഗമനപരമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്തും, നിയമം പാലിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഗുണ്ടാരാജിനെ അനുസ്മരിപ്പിക്കുന്ന കാര്യമാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുമായി ബന്ധപ്പെട്ടില്ല. അത് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യവുമാണ്. വളരെ നന്ദി മാം ഈ കാര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.